ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരു ചട്ടി മീൻകറി വെച്ചേച്ചാട്ടോ ഇന്നലത്തോടുകൂടെ തീർന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-18 കഷ്ണം മീനും ചാറൊക്കെ ഇന്നലെ തന്നെ തീർന്നു കേട്ടോ. മീൻ കുറേ ദിവസം മേടിക്കാത്തതിൻ്റെ ക്ഷീണം എല്ലാവരും അങ്ങോട്ട് തീർത്തു അല്ലേ. പക്ഷെ നല്ല ഇലക്കറി ആയിരുന്നു കേട്ടോ. ഭയങ്കര നാളികേരപ്പാലൊക്കെ ഉപയോഗിച്ച് നല്ല ഇലക്കറി ആയിരുന്നു കേട്ടോ. കുണുക്കിക്ക് മീൻകറി ഇലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജോഷേട്ടനാണോ ഇതല്ല. അങ്ങനെ നമ്മൾ രാവിലെ മീൻകറിയൊക്കെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ വെറും വയറ്റിൽ കുടിക്കാൽ പട്ട അല്ല എന്താ പറയുക പട്ട അതിൻ്റെ പൊടിയും തേനും എന്താ പിന്നെ ചെറുനാരങ്ങ നീരും അതൊക്കെ അരക്കട്ടെ. ഇന്ന് കുടിച്ചില്ല ഇന്ന് കുടിച്ചില്ലായിട്ട് ഇന്ന് ഞാൻ നേരെ വൈകി. എനിക്ക് എങ്ങനെയാണ് രാവിലെ എല്ലാം കൂടി ചെയ്ത് എനിക്കതൊന്ന് നേരെ വൈകിയാണ് എനിക്ക് വരുമ്പോഴേക്കും ഒരു 8:30 ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും പുണക്കനായാലും കുണിക്കായാലും ഞാനായാലും അതിനായിട്ട് എല്ലാവരും ഈ അലർജിയുടെ ഗുളിക കഴിച്ചിട്ടാണ് കിടക്കുന്നത്. ജലദോഷത്തിന് തുമ്പലിൻ്റെ അലർജിയുടെ ഗുളിക അറിയാലോ. അലർജിയുടെ ഗുളിക കഴിച്ചാൽ പിന്നെ കഴിഞ്ഞു. അങ്ങനെ കറി വെച്ചിരുന്ന ഒരു 5-8 മീൻ എടുത്തിട്ട് ഞാൻ മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ ഉണ്ണികൾക്കുള്ള അരി അടപ്പത്തിട്ടുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. ധാന്യമായിട്ട് ചീര നന്നാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചീരയൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ചീര ഉപ്പേരി വെച്ചാൽ കഴിക്കാൻ മടിയായിരിക്കും അല്ലേ. ഓൾറെഡി കുട്ടികൾക്കൊക്കെ പക്ഷേ നമ്മുടെ ഉണ്ണികളായാലും ചീരാനും ഉപ്പേരി വെച്ചാലും ഒന്നും അങ്ങനെ കഴിക്കില്ല. പക്ഷെ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കറിയും നല്ലൊരു ഉണക്കമീനും ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് അറിയാം, പക്ഷെ തിന്നാൻ യോഗമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് പരിപ്പ് ഇട്ടു, അത് കഴുകി നമ്മൾ പരിപ്പും ചീരയും കൂടിയിട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. ചീരയും പരിപ്പ് 2-3 തരത്തിലൊക്കെ വയ്ക്കും. നാളികേരം അരച്ച് വയ്ക്കും, ജീരകം ഇട്ടിട്ട് വയ്ക്കും. അത് അന്വേഷൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തത് നല്ല ജീരകം ഇട്ടിട്ട് അരച്ചിട്ട് പരിപ്പും ചീരയുടെ അരി കറി വയ്ക്കണം. എൻ്റെ വീട്ടിൽ പരിപ്പും ചീരയുടെ അരി വയ്ക്കുമ്പോൾ നാളികേരം ചുവന്നുള്ളും കൂടി അരച്ചിട്ട് വയ്ക്കാം കേട്ടോ. പക്ഷേ ഇത് ഞാൻ കുത്തി കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കുണിക്കന് എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഉണ്ണോൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ അതാണ് ഉണ്ടാക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഒരെണ്ണെങ്കിലും കഴിച്ചിട്ട് പോലും അല്ലേ. സത്യം പറഞ്ഞാൽ ഞാന്ന് വെച്ച മീൻകറി ഇന്ന് രാവിലെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ മോന് ഞാൻ ഒരു കഷ്ണം പുട്ടുണ്ടാക്കിയപ്പോൾ എന്നോട് അമ്മ മീൻകറി പുട്ടും പപ്പടും. അപ്പോൾ ഇന്ന് രാവിലെ മീൻകറിയും പുട്ടും പപ്പടം കഴിച്ചിട്ട് പോയി. സ്കൂളിൽ വിട്ട് വന്നപ്പോൾ പുട്ടും കടലക്കറി ഉണ്ടാക്കി പപ്പടം കൂട്ടി കഴിച്ചിട്ടാണ് ട്യൂഷന് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുന്നോളം പോയി വന്നിട്ട് ഇപ്പോൾ കുഞ്ഞോളം ട്യൂഷൻ വിട്ടാണ്. അപ്പം ഇനി അവരെയും കൊണ്ട് പോകാമെന്ന് വെച്ചിട്ടു. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എത്തിയിട്ട് വീണ്ടും അവരെ കൊണ്ടുവരാൻ വരണ്ടേ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതാണ് വണ്ടി പോണ ശബ്ദങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മളിത് ഡബ് ചെയ്യണത്. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി, എൻ്റെ കുണുക്കുമ്പോന് ദോശയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് തക്കാളി ചമ്മന്തി. അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നല്ല ദോശയും ചിക്കൻ കറി, നല്ല ദോശയും. ഇപ്പോൾ ഒന്നും അമ്മയുടെ മോനായി വരുന്നുണ്ടോ എന്നൊരു സംശയം. അനുവായിട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ഫുഡ് കഴിക്കും. പക്ഷെ അതുകൊണ്ട് ഇന്നത് വേണം, ഇന്ന ടേസ്റ്റ് വേണം, ഇങ്ങനെ വേണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു ചോറും ഒരു പച്ചമുളക് ഇട്ടരും അതിനായിട്ട് ഹാപ്പി ആയിട്ട് അതിനായിട്ട് കഴിക്കും. അതിന് ചോറ് വേണം വിശപ്പിന്, അത്രേ ഉള്ളൂ. തിരിച്ച് ഞാൻ എന്നൊരു വ്യക്തി, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഞാൻ സ്കൂളിൽ ടൈമിക്കും മീൻ വറുത്തത് കണ്ടില്ല അമ്മൂടെ അടി ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് മീൻകറി കൂട്ടി ചോറിന്. അമ്മ അങ്ങനെ ഒരു ദിവസം അത് ചിലപ്പോൾ അമ്മ ഉണ്ടാക്കിയിട്ട് ഒളിപ്പിച്ച് വയ്ക്കുക, എന്നെ പറ്റിക്കേണ്ടിയിട്ട് എൻ്റെ വായനീട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പരിപ്പ് 2-3 വിസിലടിച്ച് വെന്തയിലേക്ക് നമ്മൾ ഉപ്പിട്ടു, പിന്നെ ചീരയുടെ ഇല ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ 2 തള ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പരിപ്പ് ഓൾറെഡി വെന്തതാണ്. ചീരയുടെ ഇല കൂടി ഇനി വേവുണ്ട് കേട്ടോ. പരിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് വേവിച്ചിട്ട്. പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ഒരു കറി ഉണ്ടോ എന്ന് അറിയില്ല. എന്നാലും നമ്മുടെ തൃശ്ശൂർ സൈഡിലൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു. അതിനാണ്ട് വീട്ടിൽ ചെയ്യുന്നത് ഇങ്ങനെ കുത്തി വെച്ച് ചെയ്യുന്നത് അതല്ലേ. അപ്പോൾ അതിനാണ്ട് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരയൊക്കെ ഇങ്ങനെ തിളച്ചങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിലൊരു കറിയാണ് അല്ലേ. പിന്നെ കുട്ടികൾ ചീര കഴിക്കും, അതാണ് മെയിനായിട്ട്. അങ്ങനെ ഇവിടെ നമ്മൾ തക്കാളി സബോളയും തുണ്ട് പുളി, വറ്റൽമുളക്, കുത്തിമുളക് ഇതിട്ടിട്ട് നന്നായി വാട്ടി മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ഇപ്പോഴത്തെ നമ്മുടെ കറി സെറ്റായി. നമുക്ക് ഉണ്ണോളൊക്കെ സ്കൂളിൽ നമ്മളെ ചീര അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് വെക്കാൻ പറ്റിയ എളുപ്പമുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. വല്ല സോയ വറുത്തതോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നും കേട്ടോ. അങ്ങനെ നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ആട്ടോ നമ്മളിടുന്നത്.
വെളുത്തുള്ളി ഇടുന്നവരുണ്ട്. പക്ഷെ ഞാൻ ചുവന്നുള്ളി മാത്രമേ ഇടാറുള്ളൂ പരിപ്പ് കുത്തിയച്ചണയിൽ. അപ്പോൾ ചുവന്നുള്ളി ചതച്ചിട്ടു. അരിഞ്ഞിടയ്ക്ക് ഇഷ്ടമില്ല, ചതച്ചിടണം. എന്നാലാണ് ആ ഉള്ളിയുടെ സ്മെല്ല് കറക്റ്റ് കിട്ടുള്ളൂ. അല്ല അരിഞ്ഞെണ്ണേ കാണും സെറ്റായിട്ട് ഇങ്ങനെ ചതച്ചിടണം. ഉപ്പേരിക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല, ചതച്ചിടണം. അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉപ്പേരിയൊക്കെ മുളകുണ്ട് നമ്മളിത് ഇങ്ങനെ ചതച്ചിട്ടു. കറിവേപ്പില ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി ഇലക്കറി ഇങ്ങനെ കറിവേപ്പില വേണമെന്നില്ല, ഞാൻ ഉണ്ടായിട്ട് ഇടാണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കഴിഞ്ഞപ്പോൾ അതെടുത്ത് കളയാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ടല്ലോ. ഉണ്ണോക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അതൊന്നും ശല്യം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് ഇട്ടില്ല, ഇലക്കറി ആയതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ നമ്മളിതിലേക്ക് മൂത്ത് വന്നിരിക്കും കുത്തിയ മുളക് കേട്ടോ. കുത്തിയ മുളക് ഇട്ടു. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇവിടെ കുണുക്കൊക്കെ നല്ല എരിവ് കൂട്ടും, കാർത്തു അടക്കം കാർത്തൂനാണ് ഏറ്റവും കൂടുതൽ എരിവിനോട് പ്രിയം. അങ്ങനെ ഒരു ടീസ്പൂണും മേലെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് നന്നായി നല്ല ഒരു മെറൂൺ കളറാവണം, നല്ല ഡാർക്ക് കളറാവണം കേട്ടോ. എന്നാലാണ് ആ പരിപ്പ് കറിയുടെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഏകദേശം അതൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഒഴിച്ച് കൊടുത്തു. ഇനി 2 തള ഇതേപോലെ മുരിങ്ങയുടെ അതിലിട്ടിട്ട് വയ്ക്കും. അത് വേറെ ടേസ്റ്റാണ്, ഇതും വേറെ. ഇതും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട, നല്ല പരിപ്പ് കുത്തിക്കാച്ചിയതും നല്ല ഉണക്കമുള്ളം വറുത്തതും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ മഴ പെയ്യുമ്പോൾ ചോറ് വയറ് നിറയെ കഴിക്കുക. എത്ര നാളെ അങ്ങനെ കൊന്ന് ചോറുണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭക്ഷണം പോലും നമുക്ക് അധികം വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇങ്ങനെ കുഞ്ഞു ആഗ്രഹങ്ങൾ, പക്ഷെ അതുപോലും സാധിക്കണില്ല. അതിൻ്റെ ഒരു നിരാശ അനുണ്ട് നല്ല മാതിരി. അതിന് ചോറിടാൻ പറ്റാത്തതിൻ്റെ നിരാശ അനുണ്ട് നല്ല മാതിരി. അപ്പം ഞാൻ എന്നോട് പറയും, എന്നെ ഒന്ന് ആലോചിക്കുക, എത്ര നാളെ ഞാൻ നല്ല സമാധാനത്തിനോടുകൂടി ഒരു ഫുഡ് കഴിച്ചിട്ട്. പിന്നെ ഇതേ ഇപ്പുറത്ത് നമ്മൾ സോയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ എന്നോട് മെസ്സേജ് ചെയ്തിട്ടും കമൻറ്റിലൂടെയും ഒക്കെ ചോദിച്ച കാര്യമാണ് ഈ സോയ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, സോയ ഒരു 5-10 പ്രാവശ്യം ഞാൻ കഴിക്കുന്നുണ്ടാവില്ലേ, തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുതിർന്നതിന് സോയാബീൻ അതൊന്ന് കുതിർന്നതിൻ്റെ ശേഷം നന്നായി പിഴിഞ്ഞ് ഒരു 5-10 പ്രാവശ്യം കഴുകി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, മുളകും പൊടി, ചെറുനാരങ്ങ പിഴിഞ്ഞത് കേട്ടോ, അതും കൂടി ഒഴിച്ചിട്ട് നന്നായി പരട്ടി കുറച്ച് നേരം വെക്കാൻ സമയമാണെങ്കിൽ വെക്കട്ടെ. ഞങ്ങൾക്ക് സമയമില്ല, രാവിലെ ഉണ്ണിക്ക് സ്കൂളിൽ കൊടുത്തേക്കേണ്ടതല്ലേ. പിന്നെ നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെളിച്ചെണ്ണ, നോൺ സ്റ്റിക്ക് തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കും, അല്ലെങ്കിൽ കുറേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഇതേപ്പെട്ടത് എന്താ പറയുക, വെളുത്തുള്ളി തൊലിയൊന്നും കളയരുതിട്ട്, തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അത് നല്ല ഓരോന്നിനും ഓരോ ടേസ്റ്റ്. നമ്മൾ മിക്സർ മേടിക്കുമ്പോഴുണ്ട് തൊലിയോടക്കിനായിരിക്കും ചതച്ചിടുക. അപ്പോൾ ഈ ചതച്ചിടുമ്പോൾ വെളുത്തുള്ളി നന്നായി കഴുകുക, തൊലിയോടക്കിന് നന്നായി കഴുകിയിട്ട് ചതച്ചിട്ടുണ്ടല്ലോ വേറെ ടേസ്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ ചെറിയ കോപ്പയിൽ 1 ടീസ്പൂൺ മുളകും പൊടിയും, പിന്നെ കെച്ചപ്പ്, ടൊമാറ്റോ സോസോ എന്താണെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് കേട്ടോ. അതാണ് ഈ ഒരു ടൊമാറ്റോ സോസ്, ഈ സോയാബീൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ്. ഇത് ഉണ്ടല്ലോ ക്ഷമോടക്കനെ ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് നേരം അടുപ്പത്ത് എടുത്ത് ഇങ്ങനെ മൊരിഞ്ഞ് വരണം. നമ്മൾ ബീഫ് വരട്ടിയെടുക്കില്ല, അതുപോലെ ഇങ്ങനെ മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് പൊന്നു ഷേപ്പിയും കാർത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ നമ്മളവിടെ ഇന്ന് എല്ലാവരും ഉള്ള ദിവസം. അപ്പം നമ്മൾ കുറച്ച് നേരം വൈകി ഇരിക്കുമ്പോൾ നമ്മളുള്ള പോലെ അല്ലല്ലോ മറ്റ് പൊന്നൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരില്ല. അവർക്കുള്ള ഫുഡിനുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അത് റോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒന്നുകൂടി റോസ്റ്റ് ആവണം. ഇനി ഉണ്ടാക്കണവരോട് ഞാൻ പറഞ്ഞു ഒന്നുകൂടി മൊരിച്ചോട്ടെ, ചെറിയ തീയിലിട്ടിട്ട് നോൺ സ്റ്റിക്കിൽ കെട്ടുന്നങ്ങോട്ട് മൊരിയട്ടെ, ഡാർക്ക് കളറാണോട് കൂടിയിട്ട് നമുക്കിത് ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും ആ മുളകിൻ്റെ പൊടി ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴേക്ക് അറിയാം എൻ്റെ ഉണ്ണികൾക്ക് കുറച്ചും കൂടി കെച്ചപ്പ് ഇടാം. അപ്പോൾ കുറച്ചും കൂടി കെച്ചപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. തീ ഓഫ് ചെയ്തതിന് ശേഷം സബോള കുനുകുന്ന് അരിഞ്ഞ സബോളയും കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ അനുവേട്ടനാണ് ടേസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾ കേട്ടോ. പക്ഷെ നല്ലതല്ല കേട്ടോ, വെറുതെ കഴിക്കാനും രസമാണ്, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ വെറുതെ ടീസ്പൂണോട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ കഴിക്കാം. പിന്നെ നമുക്ക് പിന്നെ ഒന്നും വേണ്ട, ടച്ചിൻസ് കഴിക്കണവർക്ക് നന്നായിട്ട് ടച്ചിൻസ് കഴിക്കണവർക്ക് നല്ല ആട്ടാണ്, അടിപൊളിയാണ്. പോലും കുടിച്ചാൽ ദഹിക്കണില്ല പിന്നെ ടച്ചിൻസ്. അപ്പോൾ ഇങ്ങനെ കഴിക്കണവർക്ക് ടച്ചിൻസ് നമ്മുടെ വീട്ടിൽ കഴിക്കണവർക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെട്ടു ഭർത്താക്കന്മാർക്കെല്ലാം. അത് നമുക്ക് ചിക്കനോ മീനോ ഒന്നും ഇല്ലാത്ത ദിവസം ഒരു വെറൈറ്റിക്കില്ല കേട്ടാ, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. ഞങ്ങൾ ഈ സോയാ സോസ്
സോയാ സോസ് അല്ല, സോയാബീൻ നമ്മൾ തീരെ മേടിക്കാത്തവരും യൂസ് ചെയ്യാത്തവരായിരുന്നു. ഷെബി വന്നതിന് ശേഷം തന്നെ പൊന്നു ഇങ്ങനെ വറുത്തതിന് ശേഷമാണ് നമ്മൾ തിന്നു തുടങ്ങി തന്നെ അല്ലേ. പിന്നെ അത് ചെറിയൊരു കാസറോളിൽ ഇട്ട് വെച്ച് പിന്നെ നമ്മുടെ ഉണ്ണുള്ള ചോറ്റും പാത്രം രാത്രി കഴുകി വെച്ചാൽ എന്നാലും രാവിലെ അങ്ങനെ നമ്മുടെ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കുണുക്കനുള്ള ചോറ് നമ്മുടെ മക്കൾക്ക് ഫുഡാക്കുമ്പോൾ നമുക്കത് എങ്ങനെ ആക്കിയാലും ഒരു തൃപ്തി വരണമെങ്കിൽ അവർക്ക് അപ്പോൾ കുണുക്കനോട് എടുത്ത് പറഞ്ഞു എനിക്ക് പരിപ്പ് കറിയുടെ ഒപ്പം തൈര് വേണം എന്നിട്ട്. അപ്പോൾ ഇന്ന് കുണിക്കുമ്പോൾ സ്കൂളിൽ പോകണമായിട്ട് കുണിക്കുമ്പോൾക്ക് വയ്യ 15 ജലദോഷമാണ്, എന്നാലും കുണിക്കുമ്പോൾക്ക് ചോറ്റുപാത്രത്തിൽ ചോറാക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി അവൾക്ക് എന്നും ആക്കണതല്ല അതുപോലെ ആക്കിയിട്ട് അവൾക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അവളൊന്നും പോകണില്ല. അങ്ങനെ നമ്മളിതേ ചോറ് പകുതി ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് നല്ല കട്ട തൈര് ഉപ്പിട്ടത് ഒഴിച്ചു, പിന്നെ കുറച്ച് മുട്ട കുത്തി പൊരിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സോയ റോസ്റ്റ് ചെയ്തതും നമ്മളാക്കുന്നുണ്ട് കേട്ടോ. അതും പിന്നെ നമ്മുടെ കൂട്ടാൻ പാത്രത്തിൽ പരിപ്പും ചീരയും കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു മക്കൾ ചീരയുടെ ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കിക്കോട്ടെ, ചിലപ്പോൾ കഴിച്ചേക്കാം. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഒരു ചാറ് കറിയൊക്കെ ആകുമ്പോൾ തൈരും കൂടെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ ടേസ്റ്റ് ആട്ടോ. അത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഇത് തന്നെയാണ്. അങ്ങനെ നമ്മളിത് അങ്ങനെ ഫുഡൊക്കെ ആക്കി ഇനിയിപ്പോൾ കുണുക്കിക്കുള്ളതാണ് മാറ്റിയെങ്കിലും കുണുക്കാനുള്ളത് മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഒരാൾക്കിന്ന് വാട്ടർ ബോട്ടിൽ വെള്ളം കാര്യങ്ങളൊക്കെ വേണ്ട, എന്നാലും കുണിക്കിക്ക് എല്ലാം കിടന്നുകൊണ്ട് വീണ് ഞാൻ എല്ലാതും ആക്കിയിട്ടാണ് കുണിക്കുമ്പോഴുള്ള ബേഗിൽ ആക്കിയില്ല, അത് മാത്രമേ ഉള്ളൂ. കുണിക്കുമ്പോൾക്ക് ഞാൻ അവിടെ നീക്കി ആക്കി വെച്ചു. പിന്നെ നമ്മുടെ കിച്ചണിൽ അവിടെ ഭക്ഷണമൊക്കെ എടുത്ത് ക്ലീനാക്കി വെച്ചു. അങ്ങനെ കറണ്ട് ബില്ല് രാവിലെ തന്നെ കറണ്ട് ബില്ല് അടച്ചു വിട്ടാൽ ഐറ്റമിൽ ഇടാൻ പറ്റിയില്ല. പൊന്നിനോട് ഇടിപ്പിച്ചു. പൊന്നിന് കാശ് കൊടുക്കല്ല വേണ്ട. പൊന്നിന്നലെ ഉണ്ടായിരുന്നു എറണാകുളം പോയിക്കായിരുന്നു ലാസ്റ്റ് ഷെബിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുണിക്കുമ്പോൾ സ്കൂളിൽ പോയിട്ടില്ല. കുണിക്കുമ്പോൾക്ക് ഇന്നലെ ഞങ്ങളുടെ നിന്ന് ഉള്ളത് കുണിക്കുമ്പോൾ കിട്ടി. അപ്പോൾ കുണിക്കുമ്പോൾ മേലെ കുളിച്ചു കേട്ടോ. മേലെ കുളിച്ചിട്ട് കുണിക്കുമ്പോൾ ഞാൻ പോവാന്ന് കണ്ടു നിന്നതാ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പോയിട്ട് ഇനി മറ്റുള്ള കുട്ടികൾക്ക് വരുത്തിയിട്ട് കാര്യമില്ലല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ മക്കൾക്ക് ഫോൺ മേടിച്ച് വെച്ചാലാണ് മോന്തൊക്കെ അവർക്ക് ദോശയും ചമ്മന്തി ഉണ്ടല്ലോ. അങ്ങനെ 2 പരിപ്പാട് മേടിക്കാൻ അത്ര തന്നെയുള്ളൂ. 2 പരിപ്പാട് ഫോൺ മേടിക്കാം. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കില്ല. അപ്പോൾ ഫോണിൽ പാട്ട് വെച്ചപ്പോൾ ചീത്തട്ടു. ഫോണ് കളിക്കാനെങ്കിൽ ടീച്ചർ ഒന്ന് കാണില്ലേ, ഉണിക്ക് വീഡിയോ കാണില്ലേ. കുട്ടി പഠിക്കാൻ പോയത് തന്നെയല്ലേ കേട്ടോ. അത് ഒന്ന് പോയത് കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. കുട്ടിക്ക് ഇഷ്ടമായി. ഞങ്ങൾ പറഞ്ഞേക്കണ്ട. കുണുക്കം പോയി പണിക്കുമ്പോൾ നമ്മളെ സ്വാർത്ഥതയ്ക്ക് ഇപ്പം അവിടെ പോയിരുന്നാൽ നമുക്ക് പണി കഴിഞ്ഞു. അവൾക്ക് ചോറ്റുപാതിൽ ചോറടക്കം അടക്കി ഞാൻ. പക്ഷെ നമ്മൾ പറഞ്ഞേക്കുന്നത് ശരിയല്ല. വേണ്ട, കഞ്ഞി കുടിച്ചാൽ മതി. ഒരു കടി ബാഗിൽ ഇരിക്കോ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന കുന്തത്തെ വേറിരിക്കുന്ന ബാഗിൽ തറക്കുണ്ടോ? ഇതാരുടെ സീറ്റാ ചികിത്സ കൂടെ? അതിനായിട്ട് ഇതാരുടെ സീറ്റാ? ഇതാരുടെ സീറ്റ്? ഇപ്പൊ പറഞ്ഞാലും നിങ്ങളെ ഒന്ന് കല വിളിക്കോ. ഇതാരുടെ സീറ്റാ? അതല്ല ഞാൻ ചോദിച്ചത് ഇതാരുടെയാ? അച്ഛനും മൂളങ്ങനെ സെറ്റാണല്ലോ കേട്ടോ. ഇത് സീറ്റല്ല, സീറ്റ് ബാക്കിതാ. അയ്യേ അച്ഛനോട് ഇഷ്ടല്ലേ? പോയി പോയി. ഇരിക്കണോക്ക് കുറുക്കൻ്റെ കുട്ടിയാണ്. ആൾക്കാരുടെ പ്രശ്നമാണ് കേട്ടോ. ചിലർക്ക് പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും പഴംപൊരി ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് എത്ര ചിലർ ഉണ്ടാക്കിയാലും എണ്ണ നല്ലോണം കുടിക്കുക, അങ്ങനെ കുഴഞ്ഞിരിക്കുക, അങ്ങനെ കുറേ ആൾക്കാർക്ക് പ്രശ്നമുള്ള സാധനം കേട്ടോ പഴംപൊരി. തൊണ്ടൊക്കെ അടഞ്ഞൊക്കെ.
അപ്പോൾ ഞാൻ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കുറച്ചാണ് പഴംപൊരി ഞാൻ എങ്ങനെ ഉണ്ടാക്കണു എന്നുള്ളതാണ് കാണിച്ചു തന്നെ കേട്ടാ. എന്നിട്ട് ഇപ്പഴത്തേക്ക് നിങ്ങളെ കാണാനില്ല. വാ അപ്പൊ ഞാൻ കുണക്കിപ്പോ സ്കൂളിലേക്ക് പോകുമ്പോ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്താണ് രാവിലത്തെ ഫുഡ് കഴിച്ചാൽ അതാണ് കഴിക്കുക, അല്ലെങ്കിൽ ചോറും ട്യൂഷൻ സ്കൂൾ വിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ലീസ്റ്റ് തരും വരുമ്പോഴേക്ക് ഇട്ട് വെക്കേണ്ട സാധനം. അപ്പൊ അവര് സമാധാനമായിട്ട് വരിക. ഇനി കുറച്ചു നേരം വീട്ടിലിരുന്ന് TV ഒക്കെ കാണാം എന്നുള്ള സമാധാനത്തിൽ വരിക. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പഴംപൊരി. അപ്പോൾ പഴംപൊരിയിൽ ഇഷ്ടത്തിന് ഓരോരുത്തരും ഇഷ്ടാനുസരണമാണ് കേട്ടോ. അപ്പം ഇവിടെ ആ മാവ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി. പഴംപൊരിയുടെ മാവിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിന് മധുരം വേണം ഇവിടെ എല്ലാവർക്കും. അപ്പം അതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ മാവിന് ഇട്ടിരിക്കുന്നത് കറച്ച് മൈദ, ഒരു കപ്പ് ഇത്ര ഒരു കപ്പ് നിറച്ച് മൈദ ഇട്ടു. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ എനിക്ക് ഒരു നുള്ളു കളർ പൊടി കേട്ടോ, യെല്ലോ കളറാണ്. മഞ്ഞപ്പൊടി ഇടുന്നവർക്ക് ഇടാം. പക്ഷേ മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിതിൽ കുറച്ച് ബ്രേക്കിംഗ് സോഡ ചേർത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞപ്പൊടി അത് ഇട്ട് കഴിഞ്ഞാൽ കളർ മാറും, റെഡ് കളർ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് യെല്ലോ കളർ ഇട്ടു, കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു. പിന്നെ ഇതാ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് കേട്ടോ. പിന്നെ നമ്മളിത് ഈ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി എടുക്കുക. ഇന്നലെ രാത്രി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യന്മാർക്ക്. ഉറങ്ങണ വരെ അത് കഴിച്ചിട്ടൊന്ന് ഉറങ്ങി. നല്ല ഉണ്ടാപ്പു പോലത്തെ പഴംപൊരി അല്ലേ, ഗുണ്ടുമണി, നല്ല പഴംപൊരി. തൊണ്ട നമുക്ക് ഈ കപക്കെട്ട് ഇപ്പൊ ഈ അവസ്ഥയിൽ കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ മാറുന്നില്ല. അഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ അവർക്ക് വേണ്ടി 3 ദിവസം പഞ്ചസാര കേട്ടോ. അന്നേട്ടം നോക്കുക, എനിക്ക് തിന്നത് വേണ്ടിയില്ല. ഞാനത് പഞ്ചസാര കുറച്ച് മുക്കി വെച്ചാണ്. നിങ്ങക്ക് പഴം പൊരിക്കാനും പഴം മാത്രല്ലേ, അതുകൊണ്ടാണ് നിങ്ങക്ക് ഞാൻ പപ്പടം അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒന്നും കാണാണ്ടാണ് പപ്പടം അടിച്ചത്. ചുട്ട പപ്പടം എന്താ നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഫ്ലൈറ്റില് കയറണമെന്നില്ലല്ലോ. ഫ്ലൈറ്റ് അപകടത്തിൽ മരിക്കല്ലേ, അതും ശരിയാണ്. ഇന്നലെ രാവിലോട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇന്നലത്തെ വീഡിയോയുടെ ഒരു പകുതി എടുത്തേച്ചാണ് പിന്നെ വീഡിയോ എടുക്കാനും തോന്നിയില്ല. പിന്നെ നമ്മളറിയുമ്പോ ഒരു 7 മണിയൊക്കെ ഇല്ല, നമ്മൾ എപ്പോഴും കാറിൽ നിൽക്കുമ്പോഴല്ലേ എന്തൊരു അപകടം ഉണ്ടായാലും പുക വരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. പഠിപ്പിക്കാതിരിക്കുമ്പോ അപ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിനൊരു സുഖം ഇല്ല. അതൊക്കെ അറിഞ്ഞ് അതൊക്കെ ആ ഒരു നേഴ്സായാലും മലയാളി ആയാലും ഹിന്ദിക്കാരായാലും ആരായാലും മനുഷ്യന്മാരെ ഒറ്റയടിക്ക് എത്ര ആൾക്കാരാ ഒരു നിമിഷം കൊണ്ട് ദൈവം എന്തോ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ദൈവം ഉണ്ടോന്നോ ഇല്ലയെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആർക്ക് എന്ത് എപ്പോന്നും ആരുടെ കാര്യം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ പാഞ്ഞായിട്ട് എന്നെ സ്നേഹിക്കണം കേട്ടിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യം കേട്ടോ. പിന്നെ ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് ഇൻസ്റ്റയിൽ ഒരു കമൻറ്റ് അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് വരുന്നുണ്ട്, യൂട്യൂബിൽ വരുന്നുണ്ട്. പിന്നെ ഒരാളിട്ടുണ്ട് ഇത് വട്ടച്ചോറിയാണോ നോക്കിയിട്ട്. വട്ടച്ചോറി ഒന്നല്ല സഹോദര, അതുപോലെ കഴിക്കുന്ന അതിനായിട്ട് മുമ്പ് വെച്ചതിൻ്റെ പാടാണ്. അത് നല്ല ഹൈടെക് ലെവലിലൊക്കെയാണ് ചോദ്യം വരുന്നത്. ചിലവര് കളിയാക്കണ നിരക്ക് ചിലവർ കാര്യം എന്താ വെച്ചാൽ ചിലവരൊരു ഇങ്ങനെ നമ്മളോട് ഇഷ്ടമുള്ള അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ചോദിക്കുന്നവരോടായിരുന്നു ഞാൻ കാര്യം പറയാം, ഇത് വട്ടച്ചോറിയോ 2 മാസമായിട്ട് ഒരേ സ്ഥലത്തും പോയിക്കും. 2-3 മാസം എന്റെ വീഡിയോയിൽ നോക്കി ഈ ഒരു കടയിലും കാണാം. ഒരു സ്ഥലത്ത് ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഇടമൊന്നുമില്ല ശരീരത്ത് പോയിക്കാൻ. പറഞ്ഞോട്ടെ, ഇതിപ്പോ എന്താ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ഇത് വന്നത്. അത് ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ അറിയും. അതിപ്പോ ഒന്ന് ചെറുതായിട്ട് ചെറുപ്പത്തേക്ക് കുറഞ്ഞു കാണുമ്പോൾ അപ്പൊ വീഡിയോയിൽ പറയാം, ഓ ആ ചേച്ചി അത് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാട്. ഞാൻ അങ്ങനെ കാണിക്കാൻ പ്രത്യേകിച്ച് കഷ്ടപ്പാട് കാണിക്കുന്ന വെച്ചാൽ എന്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം. രാവിലെ തൊട്ട് ഞാൻ എന്റെ കഴുത്തിപ്പോ ഞാൻ ഇവിടെ ഒളിപ്പിച്ചേക്കണമൊന്നുമില്ല. ഷാളിട്ട് കേട്ടാൽ ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മുഖത്തിന്റെ ഭാഗത്തായിട്ട് കാണുന്ന കാൽമുലൊക്കെ അടച്ച് നിങ്ങൾ കണ്ടു വരുന്നത്. ഇപ്പൊ ഇവിടെ കാരണം
അപ്പൊ എന്താ അങ്ങനത്തെ പാടൊന്നുമില്ല, സീറ്റ് ബെൽറ്റ് അറിഞ്ഞിട്ട് തന്നെ പാടാണ്. ഇതൊന്നും ഉണങ്ങി കഷ്ടപ്പെട്ടൊക്കെ വരുമ്പോഴേക്ക് വീണ്ടും നമ്മൾ എങ്ങനെയൊക്കെ യാത്ര. അപ്പൊ ഞാനിങ്ങനെ എന്നോട് വർത്താനം പറഞ്ഞോണ്ട് ഇത് ഒരഞ്ഞ കുറച്ച് വേദനയാവുമ്പോ ഓർമ്മ വരും. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓർമ്മ വരും. ഇനി കാല് കയറുമ്പോൾ ഞാൻ കാണിക്കാം സീറ്റ് ബെൽറ്റ് ഇട്ടാൽ കറക്റ്റ് എൻ്റെ ഇവിടെ വന്നിട്ടാ സീറ്റ് ബെൽറ്റ് എടുക്കുക എന്താ ചെയ്യാ. അപ്പോൾ അതിനായിട്ട് പ്രണയിച്ചിട്ടും മൊത്തമൊന്നും പറയിക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ചെയ്യുന്നത്, എനിക്ക് മടിക്കേണ്ട കാര്യം. ഇപ്പൊ എനിക്ക് 4 മക്കൾ, ഈ മനുഷ്യനിൽ എനിക്ക് 4 മക്കളുണ്ടായിരുന്നു. അതിപ്പോ ഓടി കളിച്ചോണ്ടൊന്നും ഉണ്ടാവൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അന്നേട്ടൻ ഉമ്മ വെച്ചതാണ്. അപ്പൊ അന്നേട്ടൻ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് എന്നെ കെട്ടുപിടിക്കാനായിട്ട് ഉമ്മയ്ക്കാൻ തോന്നി, ഞാൻ ഉമ്മയ്ക്ക് അതെന്തോട്ടെ. അപ്പം ആൾക്കാർ കണ്ടോട്ടെ, ഞാൻ അപ്പുറത്തെ പെണ്ണിന്റെ ഭർത്താവിനൊന്നും എന്റെ ഭർത്താവില്ല ഉമ്മയ്ക്കണം, അത് എന്റെ ഇഷ്ടം. എനിക്ക് അതിനെ ദൈവം വായിക്കാൻ അത്രേ ഉള്ളൂ. അപ്പൊ അന്നേട്ടനായാലും കുറെ നാളൊക്കെ അന്നേട്ടൻ അതായത് കടങ്ങളോ കാര്യങ്ങളോ, കടങ്ങളിപ്പോൾ ഇല്ലാണ്ടല്ല, ഇതിലുണ്ടെങ്കിൽ അതിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. കടങ്ങളൊക്കെ വീടി ലോണൊക്കെ വീടിയിട്ട് പ്രണയിക്കാം സ്നേഹിക്കാം എന്നൊക്കെ അപ്പൊ ചിലപ്പോൾ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ഇപ്പൊ ഇന്നലെ എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളോട് കൂടി പോയ ആൾക്കാരാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ആ നേഴ്സായാലും ചിന്തിച്ചിട്ട് ആ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ആ മക്കളൊക്കെ ഒന്ന് സ്നേഹിച്ചിട്ടില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ആ മക്കളൊന്ന് കെട്ടുപിടിക്കാൻ പോലും മറന്നുണ്ടാവും ആ അമ്മ. മറന്നിട്ടല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഭാരം മൊത്തം ആ ഒരു സ്ത്രീയുടെ മേത്താകുമ്പോൾ ഒരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ എന്തോരം കഷ്ടപ്പാടുണ്ട് നമുക്കറിയാം. ഈ ഒരു അടുക്കള ഇങ്ങനെ ആക്കിയെടുത്തതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു വീട്ടിലും ഭർത്താവിൻ്റെ കാര്യം ഒന്നും പറഞ്ഞ ഒരു അമ്മ 2 കുട്ടികൾ ഈ സ്ത്രീയുടെ കാര്യം. അപ്പോൾ ഈ ആള് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് പണിയുന്നത്. നമുക്ക് വീടുകളിലൂടെ എങ്ങനെയാണ് മനസ്സിലായി, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചാലോ ആ വീട് പണിയൊക്കെ കഴിഞ്ഞാൽ പാല് കഴിച്ചിട്ട് വേണം എൻ്റെ മക്കളും സമാധാനമായിട്ടൊന്ന് സ്നേഹിക്കുന്ന. ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, സമാധാനമായിട്ടാണെന്നൊന്ന് ജീവിക്കാൻ എനിക്ക്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നാളെ ജീവിക്കാന്ന് വേണ്ടി നമുക്ക് നമ്മളെ കാത്തിരിക്കില്ല. മരണമൊന്നും നമുക്ക് വേണ്ടി ഒന്നിനും കാത്തിരിക്കില്ല. അപ്പോൾ ഞാൻ ഇനിയും പറയണം. ഇപ്പോൾ ആ കുട്ടി ഒരു ഇൻസിഡൻറ്റ് ചേച്ചി, എൻ്റെ ഭർത്താവ് വീണ്ടും ലോൺ അടയ്ക്കാൻ ഓട്ടത്തിലാണ്, സ്നേഹിക്കാൻ പോലും. ഞാൻ വീണ്ടും ലോണൊക്കെ അടങ്ങി കഴിയുമ്പോൾ നമ്മളൊക്കെ ബാക്കി ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നമ്മളൊരാൾ തീർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്നതല്ല. വീണ്ടും ലോൺ നമുക്കും വീടിൻ്റെ ലോണും കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. ഉള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമുക്ക് ജീവിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മക്കളെ നോക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്നേഹിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അതൊന്നും കാത്തു നിൽക്കില്ലേ നമ്മൾക്ക് വേണ്ടിയിട്ട്. അതൊന്നും കാത്തു നിന്നൊന്നുമില്ല. പരമാവധി മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ പരമാവധി വലിയ തോതിലല്ല ചെറിയ തോതിൽ നമുക്ക് അവരെ സന്തോഷം. ഇപ്പൊ സത്യം ആവുമ്പോ അമ്മേനോട് പറഞ്ഞ അമ്മ വരുമ്പേക്ക് പഴംപൊരി ഉണ്ടാക്കി വയ്ക്കും. ആ സത്യം നമുക്ക് ഇത്ര. അപ്പൊ ഞാൻ ചെയ്തു കേട്ടോ, ഞാൻ 3 പഴം മതി കേട്ടാ. അത് നമുക്ക് അവർക്ക് എന്നും മുട്ടെത്തിക്കണം. അവർക്ക് സ്കൂൾ ടൈം എന്നും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമുക്കിത് അപ്പൊ ഞാനപ്പോ ഇന്നലെ 2 പഴം എടുത്തിട്ട് പഴംപൊരി കുഞ്ഞുങ്ങി പീസൊക്കെ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അവര് ഹാപ്പി. അപ്പൊ ഇനിയിപ്പോ അത് എത്ര ദിവസമായിട്ട് മീനൊന്നും കഴിക്കാൻ, ഒരു ദിവസം മീൻ മേടിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ മേടിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞിട്ട് ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ ദോശയ്ക്ക് കണ്ടിട്ട് ഒരു 3-4 നേരമായിട്ട് എൻ്റെ അത് കഴിച്ചു. അപ്പൊ അതും ഞങ്ങള് ഹാപ്പി. അവനും ഇഷ്ടം, അവനും കഴിക്കാം. അപ്പൊ അങ്ങനെ ചിക്കൻ മേടിക്കാനും മീൻ മേടിക്കാനും അത്യാവശ്യം 10-300 രൂപ വേണം. മീൻ മേടിക്കാനും വേണം. 1 കിലോ അയില കിട്ടണമെങ്കിൽ 250 രൂപയാ. അല്ല നമ്മള് എല്ലാം കടങ്ങൾ ചിന്തിച്ചിരിക്കണം. സത്യം പറയല ഇപ്പൊ ഒന്നും നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല. മക്കൾക്ക് അങ്ങനെ ചിന്തിക്കണം, ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് 1000 രൂപയിൽ ഞാൻ ഇടാനായിട്ട് ഇപ്പൊ അത് നമുക്ക് നമുക്ക് എന്താണെങ്കിൽ ചെയ്യാം. നമ്മൾക്ക് വേണ്ടി ഒന്നും കാത്തിരിക്കില്ല. ദൈവം അങ്ങോട്ട് വിളിച്ചാൽ നമ്മളപ്പനെ പോകണം. നമുക്ക് ദൈവത്തോട് 1 മിനിറ്റ് ഇട്ടൊക്കെ നമ്മളതൊക്കെ ചെയ്ത് തീർക്കണ്ട. അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഒന്ന് പറഞ്ഞു നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ മക്കളെ വളർത്തി വരുന്നതായിരിക്കും നമുക്ക്. അത് ഞാൻ പക്ഷെ നമുക്ക് മരണം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് 1 സെക്കൻഡ് കൊണ്ട് എത്രയോ ആൾക്കാരല്ലേ ഭൂമിയിൽ നിന്ന് പോയത്. ഒരൊറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ രക്ഷപ്പെട്ട ആളാണ്. അത് ഏറ്റവും അത്ഭുതം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പേരുടെ ഇടയിൽ അതോ ഫ്ലൈറ്റിൽ കയറാത്ത എത്രയോ ആൾക്കാർ മരിച്ചു. ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ ട്രാഫിക്കിൽ പറ്റിട്ടൊരു ലേഡി, അതും വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹൈദരാബാദ് ട്രാഫിക്കില് പെട്ടിട്ട് 5 മിനിറ്റ് വൈകിയാണ് ആ പെണ്ണിന് ഫ്ലൈറ്റ് മിസ്സായിരുന്നു. അവരുടെ സമയം ആയിട്ടില്ല. അതാണ്. അപ്പൊ ഓരോരുത്തരും ദൈവം എല്ലാത്തിനും ഞാൻ വിചാരിച്ചു. ഇപ്പൊ അമ്മ പോയപ്പോ 2 മക്കള് ഇനി അപേക്ഷിച്ച ആ അമ്മ വയ്യാത്തൊരാളാണ്. പിന്നെ കണ്ടൊരു ഭാര്യ ഭർത്താവിനുണ്ടല്ലോ, ഡോക്ടറാണ്, 3 മക്കള്. പിന്നെ എന്താ സംബന്ധിച്ച അവര് ചെല്ലിക്കാരെ അച്ഛനമ്മ ഉറപ്പ്. അതാനും
അല്ലെങ്കിൽ ഇപ്പൊ അവര് മൂന്നാണ്, ഒരാൾ ബാക്കിയൊന്നും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പോയി മക്കള് ബാക്കിയൊന്നും, അല്ലെങ്കിൽ മക്കള് പോയി അച്ഛനും എല്ലാവരും മരിക്കണം. പക്ഷെ ഒരാളുടെ വേർപാട് സഹിച്ചു നിൽക്കാന്നാണ് അത് എളുപ്പമില്ല. ഇപ്പൊ നമുക്ക് ഈ പറയാലോ, ഇന്നലെ തൊട്ട് ആ കുട്ടികൾ ഈ ഉണ്ടായ ആൾക്കാരുടെ വീട്ടിലൊരു അവസ്ഥ, ഒരു എയർ ഹൗസസിന്റെ പെൺകുട്ടിയുടെ വീടിൻ്റെ ഒരു അവസ്ഥ കരച്ചിലാ കുട്ടിയുടെ ഫോട്ടോ പിടിച്ച്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ അറിയാം ആ വീടിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. എന്ന് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ വീടിന് കൂടുതൽ അതിനോണ്ടാണ് പറഞ്ഞാൽ മറ്റുള്ള നാട്ടിലത്തെ വിഷമില്ലാഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മമ്മ 2 കുട്ടികളെ മോളെ സ്കൂൾ വിട്ട് വന്ന സ്കൂൾ യൂണിഫോമോട് കൂടിയിട്ട് ആ കുട്ടീൻ്റെ കാര്യം കണ്ടപ്പോൾ സത്യം പറയുന്നു സഹിച്ചില്ല കേട്ടോ. ചെറിയൊരു മോള് 3, 4, 5 ആയിട്ടുള്ളൂ. മോനൊന്നും മൂത്തത് ഒരു കുട്ടി, ഒരു പെൺകുട്ടി. അതൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് അതിൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അറിയണം കുട്ടി അറിഞ്ഞപ്പോൾ അതിൻ്റെ നെല്ലോളി ഓടും. നമുക്ക് സഹിക്കില്ല. എന്താ വെച്ചാൽ നമുക്കറിയാം അച്ഛനും അമ്മമാരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് അറിഞ്ഞു നിൽക്കുന്നവരെ നമ്മളല്ല. അപ്പം ആ ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ഇനി എത്തൊക്കെ കിട്ടിയാലും അമ്മയ്ക്ക് പകരം വയ്ക്കൊന്നുമില്ല. ഇനി അവർക്ക് ഇത്ര നാൾക്ക് അവർക്കൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. അമ്മ സ്കൂൾ വിട്ടാൽ അമ്മ ഫോൺ വിളിക്കും, അമ്മേനെ കാണാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മ നാട്ടിൽ വരും, അമ്മയുടെ കൂടെ കെട്ടിടും. ഇപ്പോഴും കൊടുക്കാനും കുടിക്കാനും അമ്മേനെ കെട്ടിപ്പിടിക്കും, അച്ഛനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ മക്കളല്ലേ. അപ്പം ഇനി അവരെന്ത് ചെയ്യും? അവരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തീർന്നു. ഇനി ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ അമ്മ അറിഞ്ഞ് ചെയ്യുന്ന പോലെ ചെയ്യാൻ ഇനി ആരോടും പറ്റില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ടല്ലോ ലോകത്ത് ആർക്കും പറ്റില്ല. ഒരു പക്ഷെ അച്ഛന് പോലും പറ്റില്ല. പതിനെട്ട് അച്ഛനാണ് ഒരു പരിധിയുണ്ട്. പക്ഷെ ഒരു അമ്മ മക്കളുടെ ആഗ്രഹം ഇപ്പം ഞാൻ കേട്ടോ ഒന്നുകൂടെ അങ്ങനെ ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി അന്നേട്ട് തടസ്സമല്ല അന്നേട്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില നിമിഷങ്ങൾ ചിലത് ഞാൻ കേട്ടോ അന്നേട്ട് ഇങ്ങനെ എൻ്റെ കൊടുക്കണം, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ഇങ്ങനെ കഴിക്കണം. അപ്പം ഞാനെന്ത് ശരിയാകാൻ പറ്റട്ടോ നമുക്ക് ചിക്കൻ എന്തെങ്കിലും മേടിച്ചല്ല, ഞാൻ ദോശ കിട്ടും. എന്താ വെച്ചാൽ അവന് ഏറ്റവും ഇഷ്ടം ദോശ ചിക്കൻ കറിയാം. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ദോശ കിട്ടുമെന്ന് വെച്ചാൽ നാളെ അവൻ ഹാപ്പി ആയിട്ട് ഇന്ന് കഴിക്കട്ടെ. 2 ദിവസം ദോശ ചിക്കൻ കറി അവർ ഇന്ന് കഴിക്കട്ടെ ഹാപ്പി ആയിട്ട്. അത് നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കുടിക്കുമ്പോൾ പിറന്നാളാണ് അടുത്ത വ്യാഴാഴ്ച. അപ്പോൾ കുടിക്കുമ്പോൾ എന്നോട് വന്നിട്ടായിരുന്നു അമ്മ ഉടുപ്പ് മേടിക്കണ്ടായിരുന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നമുക്ക് നാളെ പറ്റി ഉടുപ്പ് മേടിക്കാട്ടോ കുടിക്കുമ്പോൾ ഏതാണ് നമ്മുടെ മക്കള് എന്താ വെച്ചാൽ 2 മക്കളും പറഞ്ഞത് 2 മക്കൾക്ക് എടുത്തു കൊടുക്കണം. ഒരാൾക്ക് അതിന് എടുത്തു കൊടുക്കണം. ഒരാള് 19, ഒരാള് 20 അല്ലേ? ഡേറ്റില് ഞാൻ വയസ്സാന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു കണക്ക് തന്നെ കിട്ടിച്ചു. 19 കുണിക്കുമ്പോഴുള്ള ഡേറ്റ്, 20 നമ്മുടെ പൊന്നിന്റെ ഡേറ്റ്. അപ്പൊ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഒരുമിച്ച് ആഘോഷിക്കാന്ന് വെച്ചു. പിന്നെ നാളെ വരുമ്പോ നമുക്ക് ജസ്റ്റ് ആളുകൊണ്ട് അമ്പലത്തിൽ പോയി തൊഴുത് ദൈവാനുഗ്രഹിക്കുന്ന ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ കേട്ടാ. അപ്പൊ ഈ വ്യാഴാഴ്ച കേക്കൊക്കെ കട്ട് ചെയ്ത് അവരാഗ്രഹം പോലെ ആഗ്രഹങ്ങളുണ്ട്. എല്ലാം ഇപ്പൊ ഇന്നലെ ആ ഫ്ലൈറ്റ് എന്തൊക്കെ ആഗ്രഹങ്ങളോടുകൂടി കയറി ഇറക്കാനല്ലേ. 5 മിനിറ്റ് കൊണ്ട് ആ ഫ്ലൈറ്റ് കയറി 5-10 മിനിറ്റ് കൊണ്ട് എല്ലാം അവസാന ആഗ്രഹങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാം ഈ ഭൂമിനെ അവസാനിപ്പിച്ചു. ബാധ്യതകളൊന്നുമില്ല അല്ലേ? അല്ല നമുക്ക് ആലോചിച്ചറിയാം. ആ അവസ്ഥയൊക്കെ ആലോചിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്താ വെച്ചാൽ അതിനൊക്കെ ഗൾഫിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ടാണ് കാണാനുള്ള ആവേശം. പക്ഷെ ഈ കാണാനുള്ള ആവേശത്തിനൊപ്പം ഉണ്ട് ഭയങ്കര ടെൻഷനാണ്. ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തു. ആദ്യമൊക്കെ അന്നേട്ടൻ്റെ ഡ്രസ്സിന് ഇങ്ങനെ ചിലൂടെ നോക്കും. അന്നേട്ടൻ്റെ ഫേസോ അന്നേൻ്റെ നെറ്റ് വശോ ഷർട്ടോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ നോക്കും. അതൊന്ന് കണ്ടാലാണ് നമുക്കൊരു സമാധാനം വരണുള്ളൂ. അതുവരേക്ക് നമ്മുടെ വയസ്സിൽ തിരിയുക. ആ ഫ്ലൈറ്റ് ഇറങ്ങിയാണ്. അതേപോലെ കാത്തിരിക്കുന്നവരും എല്ലാവരും ഉണ്ടാവും. അപ്പം എന്തായാലും ഉണ്ടോളൂ വരുമ്പോൾ അവർക്ക് ഇത് ഉണ്ടാക്കണം. ഇനി ഞങ്ങളിപ്പോൾ കുളിക്കണം. ചൂടുള്ള വെച്ചത് മേല് സന്ധ്യയിൽ മേല് നനയ്ക്കണം. ഞങ്ങൾക്ക് കുന്നോളത്തേക്ക് വേണ്ട ഒരു കാര്യം ഉണ്ടായിട്ട് അപ്പം ദേ കണ്ട ഈ സീറ്റ് ബെൽറ്റ് വന്ന് കിടക്കുന്ന സ്ഥലം കണ്ട അത് ഇങ്ങനെ പിടിക്കണ്ട. ഇവിടെ വന്ന് ഈ അരഞ്ഞിട്ടാണ് ഈ ഒരു കളർ ഇത് കണ്ട അത്ര കയറി. അല്ലെങ്കിൽ ഇത് കോർണർ എടുത്തായിരുന്നു അതിങ്ങനെ വന്നിരിക്കും. ഇതിങ്ങനെ ഇത് കറക്റ്റ് കണ്ട കറക്റ്റ് ഞാൻ ഒന്നും ചെയ്തല്ലതാ. കറക്റ്റ് ഇങ്ങനെ വന്ന് സീറ്റ് പറ്റിയിരിക്കും. ഞാൻ കുറേ നേരം ഇങ്ങനെ ചേട്ടായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നമ്മളെ വല്ല നാട്ടുവിശേഷം ആൾക്കാർക്ക് നല്ലതും കുറ്റും കുശുമ്പൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേട്ടോ നമ്മൾ ശ്രദ്ധിക്കില്ല. അതുപോലെ എന്നോട് ചേച്ചി ഈ മോതിരം ചേച്ചി ഈ മോതിരത്തിനെ പറ്റിയൊരു വീഡിയോ ഇടുമോ ഇത് പറഞ്ഞുണ്ടാക്കിച്ചതാണോ എന്ന് വെച്ചിട്ടാ പറഞ്ഞുണ്ടാക്കി വെച്ചാൽ ഈ മോതിരത്തിന് എന്താ പറയാനേട്ടാ പഞ്ചലോഹ അല്ലേ?
ആ പഞ്ചലോകം അങ്ങനെ എന്താ പറയും. അതിൻ്റെ മുതലാട്ട സ്വർണ്ണമൊന്നുമല്ല, തെറ്റിയിരിക്കൊന്നും വേണ്ട ആരും. അങ്ങനെ പക്ഷേ കുഴപ്പത്തിൻ്റെ കാര്യം കുറേ നാളായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആ മോതിരത്തിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ഇതാണ് അവസ്ഥ കണ്ട. ഇനി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പിടി. അതൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ മറന്നു തന്നത് കറക്റ്റാണ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ കോളർ കഴുത്തേക്കാണ് ഇവിടെ തടഞ്ഞതാട്ടാൽ കറക്റ്റ് കണ്ട ഇങ്ങോട്ട് വരുന്നുണ്ട. അതാണ് കാര്യം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ അതിൻ്റെ ഏട്ടനില്ലാത്ത കുറ്റിയില്ലേ, പാവ മനുഷ്യ നോക്കിയേ, ഈ ഒരു മനുഷ്യൻ്റെ ആൾക്കാരെ കൂടി പാവത്തന്മാരെ ക്രൂശിക്കുള്ളൂ. ഇത് ശരിട്ട്. അപ്പോൾ അതേ പോയാലാ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.